ഇവിടെ നമുക്ക് വേണ്ട 2 അളവുകൾ വേസ്റ്റ് റൗണ്ടും അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്തുമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കുഞ്ഞ് എവിടെയാണോ പാവാട ഇടുന്നത് ആ ഭാഗത്തെ വേസ്റ്റ് റൗണ്ടാണ് എടുക്കുന്നത്. അത് 20 ഇഞ്ചാണ്. അതുപോലെ സ്കേർട്ട് ലെങ്ത്ത് എന്ന് പറയുന്നത് പാവാട എവിടെയാണോ ഇടുന്നത് അത് മുതൽ ഫ്ലോർ വരെയുള്ള ലെങ്ത്ത് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് കയറ്റിയിട്ട് എടുത്താൽ മതി. എന്നാൽ ഫ്ലോറിൽ മുട്ടാനും പാടില്ല, എന്നാൽ നല്ലോണം കയറാനും പാടില്ല എന്നുള്ള ഒരു രീതിയിൽ എടുക്കുക. അപ്പോൾ എപ്പോഴും നല്ലത് കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്ലോർ ലെങ്ത്ത് വരെ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ എങ്ങനെ പോയാലും പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ചില കുട്ടികൾക്ക് വയറുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് അത് പൊങ്ങി നിൽക്കും അതല്ലെങ്കിൽ. അപ്പോൾ എപ്പോഴും ഫ്ലോർ ലെങ്ത്തിൽ കിടക്കുന്ന പട്ടുപാവാടകളല്ലേ കാണാനൊരു രസം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 25.5 ആണ്. ഇനി നമുക്ക് ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് ഇവിടെ ഒരു ബെൽറ്റ് പോർഷനും അതിൻ്റെ താഴേക്കൊരു സ്കേർട്ട് പോർഷനും ആയിട്ടാണല്ലോ നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മുടെ ബെൽറ്റ് പോർഷൻ ഞാൻ കൊടുക്കുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ 2 ഇഞ്ചിൻ്റെ ബെൽറ്റാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിന്ന് 2 ഇഞ്ചാണ് മൈനസ് ചെയ്യേണ്ടത്. അത് ആലോചിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ 25.5 ഇഞ്ചസിൽ നിന്ന് 1 ഇഞ്ചാണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 24.5 ഇഞ്ചസ് കിട്ടും. പക്ഷേ ഇത് മാത്രം പോരാ, ഇനി ഇത് രണ്ടും കൂടി നമുക്ക് അറ്റാച്ച് ചെയ്യണമല്ലോ, സ്കേർട്ട് പോർഷനും ബെൽറ്റ് പോർഷനും കൂടി. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് 25 ഇഞ്ചസിലാണ് സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യേണ്ടതെന്ന് കിട്ടും. 25 ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ബെൽറ്റിൻ്റെ കാര്യം പറയാം. ബെൽറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞു 1 ഇഞ്ചിൻ്റെയാണ് വെക്കുന്നതെന്ന്. അതുകൊണ്ട് 1 ഇഞ്ച് ഫ്രണ്ടിലേക്കും 1 ഇഞ്ച് ബാക്കിലേക്കും, അപ്പോൾ തന്നെ 2 ഇഞ്ചായി അല്ലേ. പിന്നെ നമുക്ക് അത് രണ്ടും നമുക്കതിൽ അറ്റാച്ച് ചെയ്തെടുക്കണമല്ലോ സ്കേർട്ട് പോർഷൻ്റെ കൂടെ. അപ്പോൾ അതിന് ഞാനിവിടെ 1/2 ഇഞ്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 3 ഇഞ്ചാണ് നമുക്ക് വരിക. അപ്പോൾ ഇനി നമുക്ക് എത്രയാണ് മെയിൻ ഫാബ്രിക് ആവശ്യമുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ലൈനിങ് നോക്കാം. അപ്പോൾ മെയിൻ ഫാബ്രിക് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. വേസ്റ്റ് റൗണ്ട് പ്ലസ് 6 ഇഞ്ചസ് നമ്മൾ ആഡ് ചെയ്യണം. അതിൻ്റെ കാര്യം ഇവിടെ ഇലാസ്റ്റിക് വെക്കുന്നത് കൊണ്ടാണ്. സാധാരണ നമ്മളൊരു സ്കേർട്ട് അടിക്കുമ്പോൾ 2 ഇഞ്ചോ അതല്ലെങ്കിൽ 4 ഇഞ്ച് വരെ മാക്സിമം നമുക്ക് ലൂസ് ചേർത്താൽ മതി, വള്ളിയാണെങ്കിലും ഹുക്കാണെങ്കിലും ഒക്കെ. പക്ഷേ ഇവിടെ നമ്മൾ ബാക്കിൽ ഇലാസ്റ്റിക് വെക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ 6 ഇഞ്ച് ലൂസും സീം അലവൻസും അടക്കം 6 ഇഞ്ച്. അപ്പോൾ അത് നിങ്ങൾക്ക് അത്ര തന്നെ എടുത്താൽ മതി. ഏത് വേസ്റ്റ് റൗണ്ട് ആണെങ്കിലും പ്ലസ് ഒരു 6 ഇഞ്ച് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ടോട്ടൽ വേസ്റ്റ് റൗണ്ട് 26 ഇഞ്ചാണ്. ആ 26 ഇഞ്ചിൻ്റെ 3 മടങ്ങ് തുണിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക പ്ലീറ്റ് ഇടാൻ. അപ്പോൾ 26ൻ്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 78 ഇഞ്ചാണ്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 2 മീറ്ററിൻ്റെ അടുത്ത് വരും. 2 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ പറയുക 80 ഇഞ്ചസോളം വരും. അപ്പോൾ നമ്മൾ 2 മീറ്റർ എന്ന് കണക്കാക്കി എടുക്കുകയാണ്. ഇനി ലൈനിങ് എന്ന് പറയുന്നത് നമുക്ക് ഇത്ര തന്നെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ലൈനിങ് വാങ്ങിക്കുമ്പോൾ 32 ഇഞ്ചോ 34 ഇഞ്ചൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു വിഡ്ത്ത് ഉണ്ടാവുക. അപ്പോൾ അത് അങ്ങനെ എടുത്താൽ മതി. ലെങ്ത്ത് വന്നിട്ട് നേരത്തെ മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത്ത് നമ്മൾ 25 ഇഞ്ചാണെന്ന് കണ്ടുപിടിച്ചു. അതിനെക്കാട്ടിലും 1 ഇഞ്ച് കുറവ് എടുത്താൽ മതി, 24 ഇഞ്ച്. അപ്പോൾ മടക്കി അടിക്കാനും അതുപോലെ മുകളിലുള്ള സീം അലവൻസ് ഒക്കെ പോകുമ്പോൾ അതങ്ങനെ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഞാനിതിനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് ഫാബ്രിക് കട്ട് ചെയ്യാൻ. ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 26 × 3 78 ഇഞ്ചസോളം, അതായത് 2 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു 25 ഇഞ്ചെന്ന്. അതായത് താഴെ മടക്കി അടിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് 25 കിട്ടിയത് കേട്ടോ. താഴെ മടക്കി അടിക്കാൻ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 0.5 ആഡ് ചെയ്തതിന് പകരം 1.5 ഇഞ്ചോളം ആഡ് ചെയ്യണമായിരുന്നു. താഴെ മടക്കി അടിക്കാനുള്ളതും മുകളിലെ ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂടി. ഓക്കെ, അങ്ങനെ നമുക്ക് 78 ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാൻഡ് എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞിരുന്നു 3 ഇഞ്ചാണെന്ന്. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പിന്നെ സീം അലവൻസും കൂടി ചേർത്തിട്ട് 3 ഇഞ്ച്. ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ വരുന്നത് 26 ഇഞ്ചായതുകൊണ്ട് 26 ഇഞ്ചാണ് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് വേണ്ടത്. ഇവിടെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ബാൻഡ് എടുക്കുന്നത്. അതുകൊണ്ട് 3 ഇഞ്ച് വിഡ്ത്തും 13 ഇഞ്ച് ലെങ്ത്തും ഉള്ള 2 പീസസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ് മെയിനായിട്ട്. പിന്നെ ലൈനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് 24, വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ ആ ഫാബ്രിക്കിൻ്റെ, അതായത് ലൈനിങ് ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് അങ്ങനെ എടുക്കും.
ഇതേപോലെ തന്നെ നമ്മൾ ബാൻഡിൻ്റെ പീസിനും ലൈനിങ് അതേ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ബാൻഡിൻ്റെ പീസും അതേപോലെ തന്നെ ലൈനിങ് പീസും കൂടി ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 പീസും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്കൊന്ന് മേലടി അടിക്കണമെന്നില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മളുടെ ഫാബ്രിക് എടുക്കുക. അതിൻ്റെ സെൻറ്റർ പോർഷൻസ് ഒക്കെ ഞാൻ നേരത്തെ സ്കേർട്ടിൻ്റെ ഫ്രോക്കിൻ്റെ വീഡിയോസിൽ ഇട്ടിരുന്നു. സെൻറ്ററൊക്കെ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലീറ്റ് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്ററിലും മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ബാൻഡിൻ്റെ പീസിലും നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അതുപോലെ നമുക്ക് പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ല, ആദ്യം പ്ലീറ്റ്സ് മാത്രം ഇട്ട് വെച്ചിട്ട് പിന്നെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്താലും മതി. പക്ഷേ ഇതാണ് എനിക്ക് എപ്പോഴും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നാറ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ബാൻഡ് അറ്റാച്ചിങ്ങും കഴിയും, പ്ലീറ്റ്സും സെയിം പോലെ ഇട്ടിട്ട് പോകും. ഇപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 1.5 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സാണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1 ഇഞ്ചിൻ്റെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ പോയാലും ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പകുതി ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി പകുതി ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇതേപോലെ തന്നെയാണ് ലൈനിങ്ങും. ഞാൻ സെൻറ്റർ ഭാഗം ഇതുപോലെ 2ൻ്റെയും സെൻറ്റർ ഭാഗം എടുത്തിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വയ്ക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്ലീറ്റ്സ് ഇട്ട് കഴിയും. ഞാൻ വലിയ 2-3 പ്ലീറ്റ്സാണ് ആകെ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ലൈനിങ് ആയതുകൊണ്ട്. അതിലിപ്പോൾ കറക്റ്റ് അളവൊന്നും നമുക്ക് വേണമെന്നില്ല. ഇതേപോലെ തന്നെ നമുക്ക് 2 പോർഷനും ചെയ്തെടുക്കണം, ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും. ഇനി ഈ സമയത്ത് നമുക്കൊന്ന് നീറ്റായിട്ട് പ്ലീറ്റ്സ് എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ അയൺ ചെയ്ത് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് പ്ലീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ സമയത്ത് ഞാൻ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ലേസ് വെക്കുന്നുണ്ട് ഈ ബോർഡറിലായിട്ട്. അപ്പോൾ അതും കൂടി വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ. ഇനി നമ്മൾ ബാക്കിലെ പോർഷൻ മാത്രം ഇതുപോലെ മടക്കി ഒന്ന് നീറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് ഉള്ളിലോട്ട് ബാൻഡിൻ്റെ പീസ് ഇതുപോലെ മടക്കിയിട്ട് കറക്റ്റ് ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ശരിക്കും ബാൻഡിൻ്റെ പീസ് നമ്മളിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത് ബാക്കിൽ മാത്രമാണ് ആദ്യം. പിന്നെ ഇലാസ്റ്റിക് വെച്ച ശേഷം മതിയായിരുന്നു ഫ്രണ്ടിൽ. ഞാനിത് ഓർക്കാതെ രണ്ടും അടിച്ചു വെച്ചു. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിൻ്റെ പോർഷനെ ആദ്യം ഒന്ന് കുറച്ച് സൈഡെങ്കിലും ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ബാക്കിലേക്ക് മാത്രമുള്ള ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3/4 ഇഞ്ചിൻ്റെയും അല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെയും നിങ്ങൾക്ക് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാം, കുഴപ്പമില്ല. ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആക്ച്വൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 20 അതിൻ്റെ പകുതി കാണുക, കാരണം ബാക്കിലോട്ട് മാത്രമാണല്ലോ വെക്കണത്. അപ്പോൾ 10 ഇഞ്ച്. ഈ 10 ഇഞ്ചിൽ നിന്ന് നമുക്കൊരു 3-4 ഇഞ്ച് കുറയ്ക്കാം. മാക്സിമം ആണ് 4 ഇഞ്ച്. അത് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നതിനനുസരിച്ചാണ്. നല്ല വലിവൊക്കെ ഉള്ളതാണെങ്കിൽ 4 ഇഞ്ച് കുറയ്ക്കാം, അല്ലെങ്കിൽ 3 ഇഞ്ച് കുറച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മളൊരു 3 ഇഞ്ചോളം കുറയ്ക്കുമ്പോൾ ഏകദേശം 7 ഇഞ്ചോളം നമുക്ക് കിട്ടും. ആ 7 ഇഞ്ചാണ് നമ്മളിതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അതായത് 20ൻ്റെ പകുതി 10, 10ൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറയ്ക്കണു. അപ്പോൾ 7 ഇഞ്ചോളം നമുക്ക് ഇലാസ്റ്റിക് കിട്ടും. അത് നമുക്കിതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അത് തെന്നിപ്പോവും. അപ്പോൾ എന്തെങ്കിലും സൂചി പിന്നോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതായത് ഇതുപോലെ കിട്ടും. പിന്നെ ഈ ഒരു പോർഷനും ഫ്രണ്ട് പോർഷനും കൂടി അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് സൈഡത്തൊന്ന് അഴിച്ചു കേട്ടോ. സൈഡിൽ നമ്മളിതാ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ 2 എഡ്ജും കൂടി ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക. എന്നിട്ട് മുകളിലൂടെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സൈഡിൽ ഒരു 1/2 ഇഞ്ച് കൊടുത്തിട്ട് ഒന്ന് പകുതി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാൻ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഒന്നും കൂടി കാണിക്കാം. ഇങ്ങനെ 2 പോർഷനും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ കറക്റ്റാക്കി വയ്ക്കുക. ബാക്കും ഫ്രണ്ടിൻ്റെയും ബാൻഡ് പോർഷൻ ജോയിൻ ചെയ്യുന്ന രീതി കറക്റ്റാക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഓവർലാപ്പ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ അറ്റവും അതുപോലെ ഈ സീം അലവൻസൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് വളരെ നീറ്റായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെറുതെ 2ഉം കൂടി അറ്റാച്ച് ചെയ്താലും മതി, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നീറ്റായി കിട്ടും. ആൻഡ് ഫ്രണ്ടിലെ ഈ ഒരു സീം അലവൻസ് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് എടുത്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളിതാ ഇതിനെങ്ങനെ ഉള്ളിലേക്ക് ആക്കുമ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ 2 സൈഡിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഈ ബെൽറ്റ് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് ഈ അറ്റം വരെ വന്നിട്ട് ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ
ഇതുപോലെ ഓവർലാപ്പ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഒരു 2-2.5 ഇഞ്ചോളം നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ നിർത്താം. അതിന് ശേഷം ഇതുപോലെ ലൈനിങ് പീസസ് മാറ്റിയിട്ട് മെയിൻ ക്ലോത്ത് മാത്രം 2 എടുത്തിട്ട് ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതേപോലെ മെയിൻ ക്ലോത്തിനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ലൈനിങ് ക്ലോത്ത് മാത്രം പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് മുകളിൽ നിന്ന് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ലൈനിങ് ക്ലോത്ത് നമുക്കൊന്ന് താഴെ മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മളുടെ സ്കേർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ഡോരിയിൽ ഇതുപോലെ ഒരു ടാസൽ ചെയ്തെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ.